എസ് നന്ദഗോപൻ കൂടി ചേരുകയാണ്. നന്ദൻ, ഈ വിസ്ഫോടനമുണ്ടായ സമയത്ത് തന്നെ നമ്മൾ അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ തന്നെ നടത്തിയൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനും അല്ലെങ്കിൽ പാകിസ്ഥാൻ കേന്ദ്രീകൃതമായി വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് വിധ്വംസക പ്രവർത്തനം നടത്തുന്ന ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷയും ഒക്കെ പോലെയുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾ തന്നെയാകുമെന്നൊരു നിരീക്ഷണം, ആ ഒരു പോയിന്റിലേക്കാണ് ഈ ആദ്യഘട്ടത്തിൽ കാര്യങ്ങൾ എത്തിയത്. പക്ഷേ ഇപ്പോൾ ഒരു രാത്രി പിന്നിട്ടിരിക്കുന്നു, അന്വേഷണം വളരെ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. ഈ ഘട്ടത്തിൽ ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് ഈ ഭീകരാക്രമണം നടത്തിയത് എന്ന വിലയിരുത്തലിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തുവാനുള്ള കാരണം എന്താണ് നന്ദൻ? തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾ അത്തരം ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് ജെയ്ഷെ ഇ മുഹമ്മദ് ഭീകരർ തന്നെയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നുള്ളതാണ്. അതിൽ പ്രധാന ഘടകമായി ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഫരീദാബാദിൽ വെച്ച് അറസ്റ്റിലായ ഡോക്ടർ മുഹസിൽ അഹമ്മദ്. ഈ ഡോക്ടർ മുഹസിൽ അഹമ്മദിന്റെ പക്കൽ നിന്നും വലിയ രീതിയിൽ സ്ഫോടനത്തിന് ആവശ്യമായ വസ്തുക്കൾ ധാരാളം അയാൾ ശേഖരിച്ചു വെച്ചിരുന്നു. 2900 കിലോഗ്രാമാണ് സ്ഫോടക വസ്തുക്കൾ അയാൾ ശേഖരിച്ചു വെച്ചിരുന്നത്. IED സ്ഫോടനത്തിന് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും, ഉഗ്രസ്ഫോടനം നടത്താൻ ആവശ്യമായ മുഴുവൻ സാധന സാമഗ്രികളും ഈ ഡോക്ടറുടെ പക്കലുണ്ടായിരുന്നു. ഇയാളെ പിടികൂടിയപ്പോൾ ഇയാൾ മറ്റൊരു ഡോക്ടറുടെ പേര് പറഞ്ഞു, ഡോക്ടർ ആദിൽ എന്നുള്ളത്. ഇയാളെ പിടികൂടി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ കൂട്ടാളികൾ, ജെയ്ഷെ ഇ മുഹമ്മദിന്റെ തന്നെ ഭാഗമായിട്ടുള്ള കൂട്ടാളികൾ പല ഭാഗങ്ങളിലായി, ഡൽഹിയിലെ പല ഭാഗങ്ങളിലായി ഉണ്ടെന്നും ഇതനുസരിച്ച് രഹസ്യാന്വേഷണ ഏജൻസികളും അതേപോലെ തന്നെ മറ്റ് ഫോഴ്സുകളും ചേർന്നുകൊണ്ടുള്ള ഒരു സമഗ്ര പരിശോധന നടക്കുകയായിരുന്നു. തനിക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കണം ഇയാൾ ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യുവാൻ, പെട്ടെന്ന് ഇത്തരത്തിലൊരു കടുങ്കൈ ചെയ്യുവാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയത് എന്നുള്ളതാണ് പ്രധാനമായും അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. ഒരുപക്ഷെ ഇയാൾ ഫരീദാബാദിൽ നിന്നും ഡൽഹിയിലേക്ക് വന്നതാകാം എന്നുള്ളതാണ്, ഈ ആക്രമണം നടത്താൻ വേണ്ടി വന്നതാകാം എന്നുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഇയാൾ ജോലി ചെയ്തിരുന്നത് അൽ ഫലാഖ് എന്നുള്ള ഒരു മെഡിക്കൽ കോളേജിൽ, ഫരീദാബാദിലുള്ള അൽ ഫലാഖ് മെഡിക്കൽ കോളേജ് ഇത്തരം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ധാരാളമായി പഠിക്കുന്ന മെഡിക്കൽ കോളേജാണ്. ആ മെഡിക്കൽ കോളേജിൽ നേരത്തെ അറസ്റ്റിലായ ഈ ഡോക്ടർ മുഹസിൽ അഹമ്മദിനും ഡോക്ടർ ആദിലിനും ബന്ധമുണ്ട്. അവർ അവിടെ ജോലി ചെയ്ത് വരുന്നവരായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. അവർക്കൊപ്പം ജോലിയിലുണ്ടായിരുന്ന ആളാണ് ഈ കൊല്ലപ്പെട്ട, ഇപ്പോൾ ഈ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട വ്യക്തി എന്നുള്ളതാണ് പ്രധാനമായും, അല്ലെങ്കിൽ ചാവേറായ ഉമർ എന്നുള്ളതാണ് പ്രധാനമായും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് തീർച്ചയായിട്ടും ആ ബന്ധം, അത് ജെയ്ഷെ ഇ മുഹമ്മദ് ബന്ധം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് ഈ സ്ഫോടന പരമ്പരകൾ നടത്തുവാൻ വേണ്ടി ജെയ്ഷെ ഇ മുഹമ്മദ് നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു. അതിന്റെ തെളിവാണ്